സ്കൂളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താന്ന് പറഞ്ഞാൽ എല്ലാരും രാവിലെ ബാത്റൂമിൽ പോയിട്ട് ആ സ്കൂളിലോട്ട് വരാം. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബസ്സിലോട്ട് രാവിലെ ഇങ്ങനെ ചെന്ന് കയറുമായിരിക്കും. ഒന്നാമത് തിക്കി തിരക്കിയാ നിൽക്കുന്നത്. അന്നേരം ആരേലും ഒരാള് ബാത്റൂമിൽ പോവാതെ വന്ന് എന്നൊന്ന് വിട്ട ചിലപ്പോ ജനൽ പോലും തുറക്കത്തില്ലായിരിക്കും. ശ്വാസം മുട്ടിയിരിക്കുമായിരിക്കും. ആ സ്കൂളിൽ ചെല്ലുന്നിടം വരെ ആ സ്മെല്ലായിരിക്കും. അന്നത്തെ ദിവസം പോയി കിട്ടി. പിന്നെ ക്ലാസ്സിൽ ആരെങ്കിലും ഞങ്ങളിങ്ങനെ ഒന്നെങ്കിൽ കളിച്ചോണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ടീച്ചർമാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര കോൺസെൻട്രേഷനോട് ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുമായിരിക്കും. അന്നേരമായിരിക്കും ഒരാൾ വിടുന്നത്. കളിക്കുവാണെ കളിയുടെ മൂടും പോവും, പഠിപ്പിക്കുവാണെ പഠിത്തത്തിന്റെ മൂടും. അന്നത്തെ ദിവസം മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ ഫാൻ ഇടാത്തപ്പോ വല്ലോ വിടുന്നെങ്കിൽ അയ്യോ അമ്മ, അയ്യോ, അങ്ങനാണെങ്കിൽ അന്ന് തീർന്ന്. രാവിലെ പോയിരിക്കുമ്പോ എല്ലാവർക്കും ചിലപ്പോ വന്നൂന്ന് വരൂല. അന്നേരം നമ്മള് ഈ ബാത്റൂമിൽ പോയിരുന്ന എന്തെങ്കിലും കഥയോ നമ്മൾ കണ്ട സ്വപ്നമോ എന്തെങ്കിലും ഒക്കെ ആലോചിക്കുമ്പോ നമ്മൾ പോലും അറിയാതെ തന്നെ ഇങ്ങനെ അങ്ങ് വന്നോളൂ. അത് നമ്മൾ സ്വപ്നം എല്ലാം ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും അത് തന്നെ വരും. എനിക്കും ആദ്യം ഇങ്ങനെ ആയിരുന്നു. എന്നും രാവിലെ എപ്പോഴൊന്നും പോകാത്തതുകൊണ്ട് ഇങ്ങനൊരു ഹാബിറ്റ് ഇല്ലായിരുന്നല്ലോ. അന്നേരം എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു, നീ അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര നേരം വേണേലും അതിനകത്തിരുന്നു, സാധനം പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി, എന്തേലുമൊക്കെ ഇതുപോലെ ചിന്തിച്ചോണ്ടിരുന്നാൽ മതി. അതുകൊണ്ട് എല്ലാരും ബാത്റൂമിൽ പോയിട്ട് സ്കൂളിൽ വരാം. നന്ദി, നമസ്കാരം.